ബി.ജെ.പി. CPIM ഗൂഢാലോചന എന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ആരോപണം ശ്രദ്ധ തിരിക്കാനെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 24-നോട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിക്ക് ബി.ജെ.പി. പശ്ചാത്തലമില്ല എന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു. ബി.ജെ.പി. CPIM രാഷ്ട്രീയം പറഞ്ഞൊരു ക്രൈമിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്ന് CPIM നേതാവ് NN കൃഷ്ണദാസ് പറഞ്ഞു. ഇതെങ്ങനെയാണ് ബി.ജെ.പി. CPIMന്റെ ഒരു ഗൂഢാലോചന? പാവപ്പെട്ട ഒരു സ്ത്രീനെ ഇയാൾ പീഡിപ്പിക്കുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. പിന്നെ ബി.ജെ.പി. എവിടെ വന്നില്ലേ? അല്ല, ഇത് എന്താ ഒരു ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? ഇവര് വിചാരിക്കുന്നത് എന്താണ്? ജനങ്ങളെല്ലാവരും പൊട്ടന്മാരാണെന്നോ? തെറ്റ് ചെയ്യുന്നവൻ ഒരു MLA, തെറ്റ് ചെയ്യുന്നവൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, എന്നിട്ട് അതിൽ പരാതിയിൽ പെറ്റീഷനിൽ എഴുതിയിരിക്കണം ബി.ജെ.പിന്റെ പേരോ? ഞങ്ങളെങ്ങനെയാ അതിൽ ഇൻവോൾവ്? നീതിയുണ്ട്, നിയമങ്ങളുണ്ട്, ന്യായങ്ങളുണ്ട്. അത് പ്രകാരം ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം, ഇയാൾ ജയിലിൽ പോകണം. അതിലൊരു കഥ എഴുതിയാൽ അതൊരു എന്താ ഒരു എക്സ്ക്യൂസ് ആണോ? കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് ഈ വാദം ഇല്ലല്ലോ. ഈ ഇരയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാലോ. മറ്റു വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബോധ്യമുണ്ടല്ലോ. ഇപ്പോൾ ദുർബലമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമൊന്നും രാഹുൽ നടത്തേണ്ട. കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് ബോധ്യമുണ്ട് രാഹുൽ ചെയ്ത കുറ്റത്തെ സംബന്ധിച്ച്. ഒരാളോടല്ലല്ലോ, നിരവധി ആളുകളോട് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നതുവരെ യാതൊരു വിധത്തിലുള്ള ഔദ്യോഗിക പരിപാടികളിലും അദ്ദേഹവുമായിട്ട് സഹകരിക്കില്ല. ഞങ്ങളുടെ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. രാഷ്ട്രീയം പറഞ്ഞ് ഒരു ക്രൈമിനെ മറച്ചു വെക്കാൻ ആർക്കെങ്കിലും സാധിക്കൂ? അത് വളരെ അധപ്പതിച്ച ഒരു നിലപാടാണ്. അതിന് കോൺഗ്രസ് പാർട്ടി തയ്യാറാവാൻ പാടില്ലായിരുന്നു. ജനങ്ങളാകെ വെറുക്കുന്ന ഒരു വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞു. ഇനി ഒരു നാട്ടിലൊരു സമൂഹത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാക്കുന്നത് ജനങ്ങൾ ഒരു പൊതു അഭിപ്രായം രൂപപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഇദ്ദേഹം ഇപ്പോൾ പാലക്കാട് ജനങ്ങളുടെ മനസ്സിൽ MLA ആയിട്ടില്ല. സാങ്കേതികമായിട്ട് MLA ആയിട്ട് തുടരുന്നത് നമ്മുടെ RP ആക്ടിന്റെ ദൗർബല്യം കൊണ്ട് മാത്രമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.